ആ നാട്ടുകാർക്കവൾ സുപരിചിതയായിരുന്നു. വെളുത്തു മെലിഞ്ഞ സുന്ദരി, 40-നടുത്ത പ്രായം, ഇടതൂർന്ന മുടിയുള്ള നീണ്ട മൂക്കുള്ള ജാനകി. പക്ഷെ അവളുടെ പേര് അവർ എന്നേ മറന്നുപോയിരുന്നു. നാട്ടിലെ സൽഗുണസമ്പന്ന കുലസ്ത്രീകൾക്ക് അവൾ വഴിപിഴച്ചവൾ, ആണുങ്ങളെ വഴിപിഴപ്പിക്കുന്നവൾ, പകൽ മാന്യന്മാർക്ക് അന്തിക്കൂട്ടുകാരി, ചെറുപ്പക്കാരുടെ ആൻറ്റി. എല്ലാവരും അവൾക്കൊരു പേര് നൽകിയിരുന്നു, വേശ്യ. നൊന്തുപെറ്റ 3 പെൺകുഞ്ഞുങ്ങളെ കാമവെറിയന്മാർക്ക് വിറ്റ വേശ്യ. നാട്ടിലെ പൊതുസ്ഥലങ്ങളിൽ നിന്നും അവൾ അകറ്റപ്പെട്ടിരുന്നു. പൊതുവീഥികൾ അവൾക്ക് അന്യം നിന്നിരുന്നു. മറ്റു വീടുകളിൽ അവൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു. എങ്കിലും ഓരോ രാവുകളിലും കേൾക്കാമായിരുന്നു അവളുടെ ഉമ്മറവാതിലിൽ മുട്ടലുകൾ. രാത്രിയുടെ യാമങ്ങളിൽ അവളുടെ ഉടലിൽ പകലിൻ്റെ ക്ഷീണം അകറ്റുന്നവൻ്റെ ദീർഘനിശ്വാസങ്ങൾ. ഇന്നലെ രാത്രി മുതൽ ആ നാശം പിടിച്ചവളുടെ വീട്ടിലേക്ക് വണ്ടി വന്നുകൊണ്ടിരിക്കുക, നാട്ടുകാർക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ. അമ്മയുടെ പ്രാക്കാണ് മനുവിൻ്റെ ചിന്തകൾ ജാനകിയിലേക്ക് എത്തിച്ചത്. നാശം പിടിച്ചവൾ. കുറേ കാലമായി ജാനകിയമ്മയെപ്പറ്റി ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട്. ചീത്ത സ്ത്രീകൾ സൂര്യോദയം കാണാറില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ജാനകിയമ്മ അങ്ങനെയല്ല. പുലർച്ചയ്ക്ക് എണീക്കും, വീട്ടിലെ പണികളെല്ലാം തീർക്കും. പിന്നെ അവിടുത്തെ പശുക്കളോടും കോഴിയോടും കിന്നാരം പറഞ്ഞ് നടക്കുന്നത് കാണാം. പാവം, അവറ്റകളല്ലാതെ മറ്റാരുണ്ട് അവളെ കേൾക്കാൻ? പാതിരാത്രി പൂക്കുന്ന മുല്ലപ്പൂവിൻ്റെ മണമുള്ള പല വർണ്ണങ്ങളിലുള്ള പൂക്കളുടെ നടുവിലെ ഓടിട്ട വീടും പിന്നെ തൊടിയിലെ പച്ചക്കറിത്തോട്ടവും, അതുമാത്രമായിരുന്നു അവളുടെ ലോകം. ജാനകിയമ്മയുടെ മൂത്തമകൾ ലക്ഷ്മി എൻ്റെ കളിക്കൂട്ടുകാരി. അവളെ ഓർക്കുമ്പോഴെല്ലാം നെഞ്ചിൽ ഒരു വിങ്ങലാണ്. ജാനകിയമ്മയും രാമോണ്ണനും അവരുടെ മക്കളും എത്രയോ സന്തുഷ്ടമായിരുന്ന കുടുംബം. സ്കൂളിലെ മിടുക്കിയായിരുന്നു മക്കൾ 3 പേരും. ഉണ്ട കണ്ണുള്ള ലക്ഷ്മി അവളായിരുന്നു എൻ്റെ ഉറ്റ ചങ്ങാതി, എൻ്റെ സന്തത സഹചാരി. എന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവൾക്ക് വേണ്ടി. ഒരിക്കലൊരു നാൾ ഒന്നും പറയാതെ രാമോണ്ണൻ വിട പറഞ്ഞത് പോയി. തനിച്ചായിപ്പോയി അവർ. പിന്നീട് ഒരിക്കൽ അറിഞ്ഞു അവളുടെ അമ്മ ചീത്ത സ്ത്രീയാണെന്ന്. പിറ്റേ ദിവസം മുതൽ ലക്ഷ്മിയെ കണ്ടിട്ടില്ല. ലക്ഷ്മിയെ മാത്രമല്ല, അവർ 3 പേരെയും. ആരോ പറഞ്ഞു കേട്ടു, മക്കളെ ജാനകിയമ്മ വിറ്റു അത്രേ, നക്കാപ്പിച്ച കാശിനു വേണ്ടി. എന്തോ അന്നത്തെ 15കാരന് ഒന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. ഏത് നാട്ടിൽ പോയാലും എല്ലാം തേടുന്ന പഴയ കൂട്ടുകാരിയുടെ മുഖം മാത്രമാണ്. പലതവണ തുനിഞ്ഞിരുന്നു ജാനകിയമ്മയോട് ചോദിക്കാൻ. പക്ഷേ ആ മുൻപിൽ പോയി നിൽക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഓ, ഇന്നെന്താ ഇത്ര വിരുന്നുകാർ? നിങ്ങൾ ഒന്നങ്ങോട്ട് പോയി നോക്കു മനുഷ്യ. അമ്മയുടെ അലർച്ച കേട്ട് പുറത്തേക്കിറങ്ങിയ അച്ഛന് പിന്നാലെ അവനും ചാടിയിറങ്ങി. എങ്ങോട്ടേക്കാടാ എന്നുള്ള അമ്മയുടെ അമർച്ച പുറകിൽ നിന്നും കേൾക്കാമായിരുന്നു. വീട്ടിലെ ആൾക്കൂട്ടം കണ്ടതും ഉള്ളിലൊരാന്തൽ. പത്രക്കാരും ടിവിക്കാരും രാഷ്ട്രീയക്കാരും പിന്നെ നാട്ടുകാരും. എല്ലാവർക്കും മധ്യേ 3 പെൺകുട്ടികളുടെ നടുവിൽ നിൽക്കുന്ന ജാനകിയമ്മയും. ജാനകിയമ്മ വളരെ മാറിപ്പോയിരിക്കുന്നു. പഴയ വിഷാദഭാവം ഇപ്പോൾ ആ മുഖത്തില്ല, ഒരു വിജയീഭാവം. ചുറ്റും കൂടി നിന്ന പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന പെൺകുട്ടികളും. ആരാണ് നിങ്ങളുടെ വിജയത്തിന് പിന്നിലെ സപ്പോർട്ടർ? ലക്ഷ്മി. അതെ, ഇത്ര നാൾ ഞാൻ തേടിയ മുഖം. ലക്ഷ്മി, അവൾ എൻ്റെ അമ്മ, ഈ നാട്ടുകാരുടെ വേശ്യ. അവൾ പറഞ്ഞു തുടങ്ങി. പണ്ട് അച്ഛൻ മരിച്ച നാൾ കരഞ്ഞ് തളർന്നുറങ്ങിയ ഞങ്ങളെ തേടിയെത്തിയത് സാന്ത്വന വാക്കുകളോ പട്ടിണി മാറ്റാനുള്ള ഭാഷണമോ ആയിരുന്നില്ല. പകരം അമ്മയുടെ ശരീരം തേടിയ കാമക്കണ്ണുകളായിരുന്നു. ഞങ്ങൾക്ക് കാവലായി തലയിണക്കിടയിൽ ഒളിപ്പിച്ച അരിവാളിനും എതിർത്ത് നിൽക്കാനായില്ല. ഒടുവിലൊരു നാൾ അമ്മയുടെ സമ്മതം കൂടാതെ അമ്മയെ നശിപ്പിച്ച് വേശ്യാപ്പട്ടം ചാർത്തി കൊടുത്തു. പക്ഷെ തോറ്റു പിന്മാറാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. അതിനാലാവണം ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂട്ടിയ വിഷത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞതും. അന്ന് നൽകിയ വാക്കാണ് അമ്മയ്ക്ക്, തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന്. അതുതന്നെയാണ് ഞങ്ങളുടെ വിജയവും. എൻ്റെ അമ്മയെ നശിപ്പിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അമ്മ അല്ല തെറ്റുകാരി. രാത്രിയിൽ അമ്മയെ തേടിയവർ ആരും ചോദിച്ചിട്ടില്ല ഞങ്ങൾ വല്ലതും കഴിച്ചോ എന്ന്, ഞങ്ങൾക്ക് വസ്ത്രങ്ങളുണ്ടോ എന്ന്. എല്ലാവർക്കും വേണ്ടത് ശരീരമായിരുന്നു. അമ്മയുടെ, എൻ്റെ, പിന്നെ എൻ്റെ അനുജത്തിമാരുടെ. ഒടുക്കം സ്വയരക്ഷ തേടി ഞങ്ങളെത്തിയത് അനാഥാലയത്തിന് മുൻപിലാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ വളർന്നത്. ഓരോ രാത്രിയും ഞങ്ങളെ ഓർത്ത് തേങ്ങുന്ന അമ്മയുടെ മുഖമാണ് ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. അവളുടെ ഓരോ വാക്കുകളും ഞങ്ങളെ അത്രമേൽ മുറിവേൽപ്പിച്ചത് കൊണ്ടാകണം എൻ്റെ അടക്കമുള്ള ഓരോരുത്തരുടെയും ശിരസ് അവർക്ക് മുൻപിൽ താണാണ് നിന്നത്. അമ്മയുടെ കൈ പിടിച്ച് ശിരസുയർത്തി അവർ ഞങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ കേൾക്കാം പുറകിൽ നിന്നും പിറുപിറുക്കൽ. ഹോ, ആ ജാനകി
ഭാഗ്യം ചെയ്തവളാണല്ലേ. കണ്ടില്ലേ, മൂത്ത മകൾ ജില്ലാ കളക്ടർ, രണ്ടാമത്തവൾ IPS, മൂന്നാമത്തവൾ ഡോക്ടർ. ജാനകി. അതെ, വർഷങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞു ജാനകി അവളുടെ പേര്. ജാനകിയിൽ നിന്നും വേശ്യയിലേക്കുള്ള ദൂരം രാത്രികളായിരുന്നുവെങ്കിൽ വേശ്യയിൽ നിന്നും ജാനകിയിലേക്കുള്ള ദൂരം നിമിഷങ്ങൾ മാത്രമായിരുന്നു. ഈ നാട്ടുകാർ ഇനിയും സ്മരിക്കും അവളുടെ പേര്. വേശ്യാസ്ത്രീ എന്നല്ല, മറിച്ച് ഭാഗ്യം ചെയ്ത ജാനകി എന്ന്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.